ഒറ്റയ്ക്ക്. സത്യാണോന്ന് ചോദിച്ചാ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്കതൊക്കെ ഒരു സ്വപ്നം പോലെ തോന്നും. കേൾക്കുന്നവരൊക്കെ പറന്നു പോകുന്ന പ്രാണനെ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കാതെ രണ്ട് ശരീരങ്ങൾ നിലത്ത് കിടന്ന് പെടയുമ്പോ ഞാൻ കരുതിയത് എന്നെ രസിപ്പിക്കാൻ അവരെന്തോ കളി കളിക്കായിരുന്ന. അവസാനത്തെ പെടച്ചില് അമ്മ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പിന്നെ എന്റെ കണ്ണിൽ നിങ്ങളെന്താ ഇതുവരെ ഉറങ്ങാഞ്ഞേ? ഇതുപോലൊരു വീട്ടിൽ എങ്ങനെയാ മനസ്സേ? അവരത്ര പ്രശ്നക്കാരിയൊന്നും അല്ല. ആദ്യ കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. എനിക്കെന്തോ അവരുടെ നോട്ടമൊക്കെ കണ്ടിട്ട് പേടി തോന്നാ. പ്രേതാലയം പോലൊരു വീട്. സാരമില്ല, 1 or 2 രാത്രി. അത് കഴിഞ്ഞാൽ റൂമിലേക്ക് പോയച്ചാ. കിച്ചണിൽ വന്ന് എന്തൊക്കെയോ കാട്ടിക്കുട്ടിയിട്ട് അവളങ്ങ് പോയി. കുറച്ച് ദിവസമായിട്ട് പെണ്ണിന് തോന്നുന്ന പോലെയാ കാര്യങ്ങള്. സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളുണ്ടല്ലോ. അല്ല, അവൾ ഇവിടെ ചുമ്മാതിരിക്കല്ലേ? അറ്റ്ലീസ്റ്റ് ഈ ഫുഡ് ഒന്ന് സെർവ് ചെയ്ത് തരുമെങ്കിലും ആവാലോ. രാവിലത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ഹോസ്പിറ്റൽ. മൈന, ഹരിയേട്ടൻ ബാത്റൂമിൽ പോ. കേറ്. ആരെയും അറിയിക്കണ്ടെന്നല്ല, ഒരുപാടങ്ങ് കുട്ടി ആഘോഷിക്കണ്ടെന്നാ പറഞ്ഞത്. അടുത്ത ബന്ധുക്കളെയും വളരെ വേണ്ടപ്പെട്ടവരെയും മാത്രം വിളിച്ചാൽ മതിയെന്നേ. അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. ചുറ്റും അസൂയക്കാരാ. ഇതുപോലൊരു ബന്ധം നമുക്ക് കിട്ടുന്നത് പലർക്കും ദഹിച്ചെന്ന് വരില്ല. ശനി തലയ്ക്ക് മീതെ കത്തി നിൽക്കുമ്പോ ഫയർ ഡാൻസിന് ഇറങ്ങരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാലും ആകെയുള്ള ഒരു മോന്റെ കല്യാണം. അതിലൊന്നും കാര്യമില്ലമ്മേ. നമ്മൾ 10,000 പേരെ വിളിച്ച് സദ്യ നടത്തിയാലും ഉണ്ടിട്ട് മാറിയിരുന്ന് കുറ്റം പറയത്തേ ഉള്ളൂ. എല്ലാം കാശ് നഷ്ടം തലയറുത്തോണ്ട് വരുന്നവൻ. ഇരട്ടച്ചങ്കുള്ള ആണൊരുത്തൻ. വിശേഷണങ്ങൾ ഒരുപാട് അർജുന നിന്നെ കുറിച്ച് എന്റെ മനസ്സിൽ. മഹാഭാരതത്തിലെ അർജുനൻ ഏകലവ്യനോട് മാത്രമേ തോൽവി സമ്മതിച്ചിട്ടുള്ളൂ. ഇവിടെ നീ തോറ്റമ്പിയത് 2 പീറ പെണ്ണുങ്ങളുടെ മുമ്പിലായി പോയില്ലടാ അർജുന. സ്വന്തം ജീവൻ കൊടുത്തു. ഇയാൾ അവിടെ ഉണ്ടായിരുന്നോ? സോറി മനസ്സ്, ഇടയ്ക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓരോ ടെൻഷനിലും തിരക്കിലുമൊക്കെ ആയിരുന്നു. എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ? സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു സൗഭാഗ്യമല്ലേ എനിക്ക് വന്നു ചേരാൻ പോകുന്നത്. ചില നേരത്ത് ഇതൊരു സ്വപ്നമാണെന്ന് പോലും സംശയം തോന്നും. ഒരു ദിവസം രാവിലെ ഉറക്കമുണരുമ്പോ ഈ സ്വപ്നവും തട്ടിയെടുത്ത് ആരെങ്കിലും കടന്നു കളയുന്നൊരു പേടി. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ സ്വപ്നങ്ങൾ. അവിടെ നിക്കടി മോളെ. ശരീരം വളർന്നേ ഉള്ളൂ. അവൾ ഇപ്പോഴും ആ പഴയ കൊച്ചുകുട്ടിയാണ്. ശരീരം വളർന്നു എന്നുള്ള ബോധമെങ്കിലും ഉണ്ടായിരുന്നാൽ നന്ന്. ആന്റി, ഈ പൂ കണ്ടോ? എന്ത് ഭംഗിയാന്ന്